ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷം തോന്നുന്നു. കുറേ നാളോട് നല്ലൊരു മഴ പെയ്തു. അപ്പോൾ മണ്ണും നനഞ്ഞു മനസ്സും നനഞ്ഞു എന്ന് പറയുന്നൊരു പ്രതീതിയാണ്. ഭയങ്കര ഹാപ്പി ഫീല്. എനിക്കെപ്പോഴും ഇങ്ങനെയാണ് ഗൈസ്, മഴ പെയ്ത് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല, ഭയങ്കര സന്തോഷമാണ്. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് വരാം. കുറച്ച് ദിവസമായിട്ട് കുറച്ച് പേരിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കമൻസിലൂടെ, PYQ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏത് ബുക്കാണ് ഉപയോഗിക്കുന്നത്, ഏത് റാങ്ക് ഫയലാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ കുറച്ച് പേരിങ്ങനെ കമൻസ് ഇട്ടിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. PYQ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നൊരു റാങ്ക് ഫയൽ എന്ന് പറഞ്ഞാൽ കരിയർ ഗൈഡൻസിൻ്റെ PQ എന്ന് പറഞ്ഞിട്ട് 2025 പ്രസിദ്ധീകരിച്ച ഒരു റാങ്ക് ഫയലാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ LDCയുടെ ടൈമിലൊക്കെ PSC മുൻവർഷ ചോദ്യ പേപ്പറുകളും അനുബന്ധ വസ്തുക്കളും എന്ന് പറഞ്ഞിട്ട് ദ ബെസ്റ്റ് അക്കാദമി ഒരു റാങ്ക് ഫയലും പുറത്തിറക്കിയിരുന്നു. ഈ രണ്ടെണ്ണമാണ് ഞാൻ നിലവിൽ ഉപയോഗിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഉപയോഗിച്ച് നോക്കിയതിൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് എനിക്ക് തോന്നിയത്, ഈ PQ എന്ന് പറഞ്ഞിട്ട് 2025 കരിയർ ഗൈഡൻസ് പുറത്തിറക്കിയ ആ ഒരു റാങ്ക് ഫയൽ എന്ന് പറഞ്ഞാൽ ബേസ് ചെയ്ത് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ കഴിഞ്ഞ LDC, LGS, 10th ലെവൽ പ്രിലിംസ്, അതിനിടയ്ക്ക് നടന്ന ഒന്ന് രണ്ടല്ല കുറച്ച് എക്സാംസിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മെയിനായിട്ടും നമ്മുടെ LGS, 10th പ്രിലിംസ് ഇത്രയും എക്സാംസ് ബേസ് ചെയ്തിട്ട് അവർ ആൻസേഴ്സും ഇൻക്ലൂഡ് ചെയ്ത് പുറത്തിറക്കിയ ഒരു റാങ്ക് ഫയലാണിത്. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ റാങ്ക് ഫയൽ. ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ആൻസേഴ്സും മാത്രമല്ല, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഉണ്ട്. അത് നമുക്ക് വായിക്കുമ്പോൾ ബോറടിക്കുന്ന വിധത്തിലോ അല്ലെങ്കിൽ പെട്ടെന്ന് മടുപ്പ് തോന്നുന്ന വിധത്തിലൊന്നും അല്ല ബുക്ക് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്, റെഡിയാക്കിയേക്കുന്നതൊക്കെ. ഈ 2 ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ 3-4 ക്വസ്റ്റ്യൻസൊക്കെ എടുത്ത് ആദ്യം കൊടുത്തിട്ട് ആ അടുത്ത പാർട്ട് മുതൽ ആ കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ അത്രയും എക്സ്പ്ലനേഷനും റിലേറ്റഡ് ഫാക്ട്സും ആൻസേഴ്സും കാര്യങ്ങളൊക്കെ വിവരിച്ചിരിക്കുന്ന രീതിയിലാണ് ഈ റാങ്ക് ഫയൽ റെഡിയാക്കിയേക്കുന്നത്. അതുപോലെ ഈ റാങ്ക് ഫയലും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു റാങ്ക് ഫയൽ തന്നെയാണ്. ഇതൊരു 3 വോളിയായിട്ടാണ് ഇത് റെഡിയാക്കിയേക്കുന്നത്. മറ്റേ റാങ്ക് ഫയലിൻ്റെ പ്രൈസ് മണി എന്ന് പറഞ്ഞാൽ 700 രൂപയായിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോൾ. ബെസ്റ്റ് അക്കാഡമിയുടെ ഈ റാങ്ക് ഫയലിന് ഞാൻ വാങ്ങിച്ച സമയത്ത് 890 രൂപയായിരുന്നു. അത് 3 വോളിയമായിട്ടാണ് ഉണ്ടായിരുന്നത്. നമ്മളുടെ 2022 LD അല്ല 10th മെയിൻസിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന റാങ്ക് ഫയൽ മോഡൽ 3 വോളിയമായിട്ട്. അതിൽ ആദ്യത്തെ 2 വോളിയംസ് ക്വസ്റ്റ്യനും ആൻസേഴ്സും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. മൂന്നാമത്തെ ഒരു വോളിയം എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ഫാക്ട്സ് ഇല്ല, നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാൻ വേണ്ടി കുറേ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും. അതായത് ആദ്യത്തെ 2 വോളിയംസിൽ കൊടുത്തേക്കുന്ന പോലെ റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇതിൽ. അത് നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കത്തക്ക വിധത്തിൽ അത്യാവശ്യം നല്ലൊരു ബുക്ക് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് നമുക്ക് നല്ലൊരു ബേസ് കിട്ടും. അതുപോലെ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് കൂടുതൽ ചോദിക്കുന്നതെന്ന ഏരിയയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ നല്ലതാണ്. അപ്പോൾ നമുക്ക് മറ്റൊന്നും പഠിക്കാൻ പറ്റില്ലെങ്കിലും റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നത് ഏത് ഏരിയ എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കൂടുതൽ ഡീപ്പായിട്ട് ആ ഏരിയ പഠിച്ചുകൊണ്ട് പോകാം. വാരി വലിച്ച് പഠിക്കുന്ന ഒരു സ്റ്റഡിയെക്കാട്ടെ ഒരു സ്മാർട്ട് സ്റ്റഡി എന്ന് പറയും, അതാണ് ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് ആ ഏരിയയിലൊക്കെ പഠിച്ചുകൊണ്ട് പോകുന്നത്. 2010 മുതൽ 2023 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ വേറൊരു ക്വസ്റ്റ്യനാണ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ഉണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കണം, അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം, പിന്നെ നമ്മൾ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ തന്നെ അത് റെഡിയാക്കി എടുത്ത് കണ്ടുപിടിച്ചൊക്കെ എടുക്കണം. ഭയങ്കര സമയം പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ അതിനു വേണ്ടി മെനക്കെടേണ്ട, നമ്മൾ പഠിച്ചാൽ മാത്രം മതി. ഇപ്പോൾ 2 റാങ്ക് ഫയൽ, ഈ ആദ്യത്തെ റാങ്ക് ഫയൽ ഞാൻ വാങ്ങിച്ചിട്ടിപ്പോൾ ഏകദേശം 1 വർഷത്തോളമായി. രണ്ടാമത്തത് കുറച്ച് നാളായുള്ളൂ ഞാൻ വാങ്ങിച്ചിട്ട്. 2 റാങ്ക് ഫയലിനെ പറ്റിയും എനിക്ക് ഉപയോഗിച്ച് നോക്കിയത് പ്രകാരം അടിപൊളി റാങ്ക് ഫയലാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു രണ്ടും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റാങ്ക് ഫയൽ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നീട് ഇനി വരുന്ന എക്സാംസിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതിയാകും. ബാക്കിലോട്ടുള്ളത് എവിടെ നിന്ന് കണ്ടുപിടിക്കുമെന്ന് ഓർത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇനി വരുന്ന എക്സാംസ് നമ്മൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോയാൽ മതിയാവും. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ റാങ്ക് ഫയലും കാര്യങ്ങളൊന്നും വാങ്ങിച്ച് വെച്ചാൽ മാത്രം പോരാ. കറക്റ്റായിട്ടൊരു സെൽഫായിട്ട് പഠിക്കുന്നവരാണെങ്കിലോ കോച്ചിങ്ങിന് പോകുന്നവരാണെങ്കിലോ എങ്ങനെയുള്ളവരാണെങ്കിലും കറക്റ്റായിട്ടൊരു സ്റ്റഡി മെത്തേഡ് കൊണ്ടുവന്ന് നമ്മളത് പ്രാക്ടിക്കലാക്കിയാൽ മാത്രമേ നമുക്കിതെല്ലാം കൊണ്ട് ഗുണം ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഇതിൽ കൊടുത്തേക്കുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം ഒന്നും ആവശ്യമില്ലാത്തതാണ്. കാരണം ഒരുപാട് പഴയതും ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ട് വന്നത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അല്ലാത്ത കറണ്ട് അഫയേഴ്സിന് നമ്മൾ വേറെ എന്തെങ്കിലും സോഴ്സ് യൂസ് ചെയ്യുന്നത് വൊക്കാബ്സ്പീഡിയ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. അവിടുത്തെ കറണ്ട് അഫയേഴ്സൊക്കെ ഉപയോഗിക്കാമെങ്കിൽ അത് നല്ലതായിരിക്കും. ഈ ബെസ്റ്റ് അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ള അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ ഒരു റിലേറ്റഡ് ഫാക്ട്സും ആൻസേഴ്സും ക്വസ്റ്റ്യൻസും എന്ന് പറഞ്ഞിട്ടുള്ളതിൽ മൂന്നാമത്തെ പോലെ എനിക്ക് തോന്നുന്നു. ആദ്യം എനിക്കത് വാങ്ങിച്ച് എടുത്ത് നോക്കിയപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, ഇവർ പറഞ്ഞത്
റിലേറ്റഡ് ഫാക്ട്സും ആൻസേഴ്സും എല്ലാം ഉണ്ടെന്നാണ്. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ആദ്യത്തെ 2 നമുക്കങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ. മൂന്നാമത്തെ റാങ്ക് ഫയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്ത് നോക്കാനുള്ളതാണ്. കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ് ആ മൂന്നാമത്തെ വോളിയം. അത്യാവശ്യം PSC ഇന്നേവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിലൂടെയും ഈ റാങ്ക് ഫയലിൽ കടന്നു പോകുന്നുണ്ട്. അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇനി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്താലേ നമുക്ക് കിട്ടത്തുള്ളൂ. എന്നാലും ഓൾമോസ്റ്റ് ഒരു 90% നമുക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ് പിന്നെയും ചോദിക്കുന്നത്. അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് വന്നാലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന റാങ്ക് ഫയൽ ഞാൻ ഉപയോഗിച്ച് വെച്ചിട്ട് എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും റാങ്ക് ഫയലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വെറുതെ ഇതെല്ലാം വാങ്ങിച്ച് കാശ് കളയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് ഉപയോഗിക്കണമെന്ന് തോന്നുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്നതാണ്. നല്ല റാങ്ക് ഫയലാണ്. നമുക്ക് ഇതുകൊണ്ട് ഗുണങ്ങളുണ്ടാവും. കാരണം ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വന്നു, ഏത് ഏരിയയിൽ നിന്നാണ് എപ്പോഴും ചോദിക്കുന്നത്. ഇപ്പോൾ ഇവർ ക്വസ്റ്റ്യനിൽ തന്നെ ഏത് എക്സാമിന് നടത്തിയതാണ് എന്നൊക്കെ അതിൽ കൊടുത്തേക്കും. അപ്പോൾ നമ്മൾ ഒരു 4-5 ക്വസ്റ്റ്യൻസ് മാറി മാറി വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ 4-5 ക്വസ്റ്റ്യൻസിലും ഏതാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് എന്നൊക്കെ നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് വേണമെങ്കിൽ ആ ഏരിയ പഠിക്കാവുന്നതാണ്. വെറുതെ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും മാത്രം പഠിച്ചു പോയതുകൊണ്ട് കാര്യമില്ലല്ലോ. അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കൂടി റിലവൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോഴേ നമുക്കതുകൊണ്ടൊരു ഗുണം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റാങ്ക് ഫയൽ ഉപയോഗപ്പെടുന്നത്. ഈ റാങ്ക് ഫയലിൽ GK പോർഷൻസ് മാത്രമല്ല ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം മാത്സും മലയാളവും ഇംഗ്ലീഷും എല്ലാം കൂടി കവർ ചെയ്തിട്ടുള്ളൊരു ഫുൾ പാക്കേജ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു റാങ്ക് ഫയലാണിത്. അപ്പോൾ ഈ PQ എന്ന് പറഞ്ഞിട്ടുള്ള റാങ്ക് ഫയൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബാക്കിലോട്ടേക്ക് പോകുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഇല്ല. ഇപ്പോൾ പ്രീവിയസ് ആയിട്ട് ഇപ്പോൾ ഈ കുറച്ച് കാലങ്ങളായിട്ട് ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസും എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും റിലേറ്റഡ് ഫാക്ട്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയേക്കുന്നത്. 10th പ്ലസ് 2 എഴുതുന്നവർക്ക് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ സെറ്റ് ചെയ്തേക്കുന്നത്. ഡിഗ്രി ബേസ് ചെയ്തിട്ട് ഒരു റാങ്ക് ഫയൽ കൂടി ഇവർക്കുണ്ട്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 700 രൂപയാണ്. ഡിഗ്രി ബേസ് ചെയ്തിട്ടുള്ളതിന് 300-400 ആ ഒരു റേഞ്ചിൽ എന്തോ ആണ്. ഇപ്പോൾ ഈ പ്രീവിയസ് ആയിട്ട് നമുക്ക് കഴിഞ്ഞ 10th ലെവലിൻ്റെ എല്ലാ ഘട്ടങ്ങളിലെയും അതുപോലെ തന്നെ LD, LGS, പിന്നെ LP, UP, പിന്നെ അതല്ലാണ്ട് അതിനിടയ്ക്ക് നടന്ന ചെറിയ ചെറിയ എന്തൊക്കെയോ എക്സാംസ് ഉണ്ടല്ലോ, നമ്മുടെ വർക്കർ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കുറച്ച് എക്സാംസിൻ്റെയും കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതിൽ എക്സാംസ് ഏതൊക്കെയാണെന്ന് സെപ്പറേറ്റ് ആയിട്ട് തരം തിരിച്ചൊക്കെയാണ് കൊടുത്തേക്കുന്നത്. വായിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം വായിച്ചെടുക്കാനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകൾ അവരവിടെ ചെറിയ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാം. നമ്മൾ വായിക്കുന്ന കൂടാണ്ട് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് തോന്നുന്നതും അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള അപ്ഡേഷനും കറണ്ട് അഫയേഴ്സ് ഏരിയസിൽ നിന്നൊക്കെ അതുമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റാങ്ക് ഫയൽ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഡെയിലി നമ്മൾ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യുക. അതുപോലെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുകൾ വർക്കൗട്ട് ചെയ്യുക. പിന്നെ റാങ്ക് ഫയലിൽ ആ പോർഷൻസ് കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള റാങ്ക് ഫയൽ എടുത്തിട്ട് അത് കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ വരാൻ പോകുന്ന ഇനിയിപ്പോൾ 2025 ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാൻ പോകുന്നുണ്ട്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, CPO, WCPO, അതുപോലെ തന്നെ ഫയർ വുമൺ, ഫയർമാൻ, അങ്ങനെ ഒരുപാട് എക്സാംസൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല സ്ട്രോങ് ആയിട്ട് പഠിക്കണം. നമ്മളിതൊന്നും വാങ്ങിച്ച് വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. കൃത്യമായിട്ടൊരു പാറ്റേൺ ഫോളോ ചെയ്ത് ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി നമ്മളത് കണ്ടിന്യൂസ് ആയിട്ടൊരു കൺസിസ്റ്റൻസിയോടുകൂടി ഒരു പഠനം തുടർന്നാലേ നമുക്കിതുകൊണ്ട് ഗുണമുള്ളൂ. പിന്നെ നമ്മൾ പഠിക്കുന്ന ഏരിയാസൊക്കെ കണ്ടിന്യൂഷൻ കൊടുത്തിട്ട് നമ്മളത് റിവിഷൻ കൊടുക്കുക. റിവിഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം പോകും. കഷ്ടപ്പെട്ട് പഠിക്കുന്നതും കഷ്ടപ്പെടാതെ പഠിക്കുന്നതും സർവ്വത്ര കാര്യങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് റിവിഷൻ കൊടുത്തില്ലെങ്കിൽ പോകും. അപ്പോൾ നമ്മൾ ഏത് എക്സാമിനാണോ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ സിലബസ് എടുത്ത് വെക്കുക. ഒപ്പം അത്യാവശ്യം നല്ല ഒരു റാങ്ക് ഫയൽ കൂടി നമ്മുടെ കയ്യിൽ വേണം. അത് വെച്ചുകൊണ്ട് ടോപ്പിക്കൊക്കെ കവർ ചെയ്യുക. ഡെയിലി പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ വർക്കൗട്ട് ചെയ്യുക. ഡെയിലി 1-2 നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വർക്കൗട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമുക്കത് എക്സ്ട്രാ ഒരു ബോണസ് എന്ന പോലെ ആയിരിക്കും. പിന്നെ ഒരു കമൻറ്റ് ഞാൻ കണ്ടതാണ്, കമ്പനി ബോർഡ് LGSും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിരുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കമ്പനി ബോർഡ് LGS എന്ന് പറഞ്ഞാൽ ഒരു 7th സ്റ്റാൻഡേർഡ് മുതൽ അല്ലെങ്കിൽ ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് നമുക്ക് എഴുതാവുന്ന എക്സാമാണ് കമ്പനി ബോർഡ് LGS. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡിഗ്രി ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിഗ്രി ഉള്ളവർക്കാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എഴുതാൻ പറ്റുന്നതും. അപ്പോൾ ഒരു ഡിഗ്രിയുള്ള എക്സാമിനെന്ന് പറയുമ്പോൾ അതിൻ്റേതായ ബെനിഫിറ്റും കാര്യങ്ങളും ഉണ്ടാകും. പ്രൊമോഷൻ സാധ്യതകൾ അല്ലെങ്കിൽ സാലറി വൈസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും. കമ്പനി ബോർഡ് LGSൻ്റെയും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെയൊന്നും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഒരു ഓഗസ്റ്റ് കഴിയുമ്പോൾ
എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഇപ്പം നിലവിലുള്ള കമ്പനി ബോർഡ് LGSഉം കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെയും റാങ്ക് ലിസ്റ്റ് അടുത്ത വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത വർഷം ആദ്യത്തോടു കൂടി ആ ലിസ്റ്റ് ക്യാൻസലാകും. അപ്പോൾ നമ്മൾ അത് കണക്കൂട്ടേണ്ട കാര്യമില്ല. ഏകദേശം ഈ വർഷം ലാസ്റ്റോ അടുത്ത വർഷം ആദ്യമൊക്കെ ആകുമ്പോൾ പ്രിലിംസും മെയിൻസുമായിട്ടൊക്കെ എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.